ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പതിപോലെ ലൂക്കാച്ചനും ഞാൻ രാവിലെ എണീറ്റ് കുസ്തിപെട്ടതിലാണ്. നമ്മളുടെ വീടിൻ്റെ മുൻവശത്ത് ഏക്കർ കണക്കിന് നീണ്ടു കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ. പാപ്പാച്ചൻ രാവിലെ കൊണ്ടുവന്ന ചിക്കനും വാങ്ങി അമ്മയുടെ അടുത്ത് കൊണ്ടേ കൊടുക്കാനുള്ള തോട്ടത്തിലാണ്. നമ്മുടെ വീട്ടിൽ 2 ആഴ്ച മുന്നേ ഒരു കിണർ പണിതിരുന്നു. അതിൻ്റെ വക്കൊക്കെ കെട്ടി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ അതൊന്ന് കിണറൊന്ന് തേക്കി വൃത്തിയാക്കി വെള്ളമൊക്കെ പിടിക്കാനുള്ള പരിപാടിയിലാണ്. നമ്മളുടെ കിണർ കഴുകി വൃത്തിയാക്കാൻ എത്തിയിരിക്കുന്നത് അനുചേട്ടയും ബിജു ചേട്ടനുമാണ് കേട്ടോ. ലൂക്കാച്ചനാണ് രാവിലെ തന്നെ അമ്മയുടെ തോളിൽ കയറി ചുറ്റിലെ കാഴ്ചകളെല്ലാം കണ്ട് നടക്കുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയായിരുന്നു. ലൂക്കാച്ചൻ പതിവ് പോലെ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി എന്താണ് അടുത്ത പരിപാടി എന്നൊക്കെ ഓർത്തിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്ന കിണറ്റിലേക്ക് ഇറക്കുന്ന വലിയൊരു മോട്ടറാണ്. അതിൽ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പപ്പയാണെങ്കിൽ ഒരു ചേമ്പിളിയിൽ കുറച്ച് മാങ്ങാപ്പഴമായിട്ട് വരുന്നുണ്ട്. ലൂക്കാച്ചനും വാവയും കോഴിക്കോടിൽ എന്തൊക്കെയോ പരിപാടികളാണ്. അവിടെ നിൽക്കുന്ന കോഴികളെല്ലാം വന്ന് എന്തൊക്കെയോ പറയുന്നു. കുറച്ച് ദിവസമായിട്ട് കൈ കിട്ടുന്ന എന്തും ചാടി മേടിക്കുന്ന പതിവാണല്ലോ ലൂക്കാച്ചൻ. മാങ്ങാപ്പഴം ഇഷ്ടപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടോ? കിട്ടിയ മാമ്പഴം അപ്പള തന്നെ വെട്ടിപ്പൂളി കഴിക്കുക, അത്ര തന്നെ. എന്തെടുത്താലും ആദ്യത്തെ പീസ് ലൂക്കാച്ചന് തന്നെ. എല്ലാവരുടെയും കൂടി ഇരുന്ന് മാങ്ങാപ്പഴമൊക്കെ ചെത്തി കഴിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു സുഖം തന്നെ. മാങ്ങയ്ക്ക് അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വാവ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ആയിട്ട് വന്നേക്കുക. കുറച്ച് മാമ്പഴത്തിൻ്റെ പീസുകൾ അനുചേട്ടായിരിക്കും ബിജു ചേട്ടനും അനുചേട്ടൻ്റെ പിള്ളേർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഒരു കവറിലാക്കി മാമ്പഴവും കൈ കഴുകാനായി ഒരു കുപ്പി വെള്ളവും തൊട്ടിയിൽ കെട്ടി ഇറക്കി അനുചേട്ടായിക്ക് കൊടുത്തു. അപ്പോൾ അതാ വരുന്നു രാജുചേട്ടനും കൊടുത്തൊരു മാങ്ങാ പീസ്. അത് കഴിഞ്ഞ് മാമ്പഴം കഴിച്ച് ഞങ്ങൾ നേരെ നമ്മുടെ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നിടത്തേക്ക് പോയി. ഓൾമോസ്റ്റ് അതിൻ്റെ പരിപാടികളൊക്കെ കഴിയാറായിരിക്കുന്നു. വല്ലാത്ത വിശപ്പ്, ലഞ്ച് കഴിക്കാൻ സമയമായിരിക്കുന്നു. അങ്ങനെ ലഞ്ചും കഴിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ കിണർ കഴുകുന്നിടത്തേക്ക് പോയി. അനുചേട്ടനാണെങ്കിൽ ഫുള്ള് പരിപാടിയെല്ലാം കഴിഞ്ഞ് കയറി വരികയായിരുന്നു കേട്ടോ. അനുചേട്ടയുടെ സഹായത്തോടു കൂടി അപകടകരമായി നിന്നിരുന്ന ഒരു വരിക്കച്ചക്ക സേഫായിട്ട് താഴെ ഇറക്കി. അതാണെങ്കിൽ നല്ല പഴുത്ത വരിക്കച്ചക്കയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വൈകുന്നേരമായപ്പോൾ ബാവുമോനും തക്കുടുവും ലൂക്കാച്ചനെ കാണുവാനായി വീട്ടിലെത്തി. ലൂക്കാച്ചൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ വന്നാൽ അവരോടൊക്കെ പോയി കളിയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞങ്ങൾ ഡിന്നറിന് വേണ്ടി ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അമ്മയാണെങ്കിൽ കുറച്ച് ചക്കപ്പഴം കൊണ്ടുള്ള ഒരു പുട്ട് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചക്കപ്പഴ പുട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലൊക്കെ ചക്കപ്പഴ പുട്ട് ഉണ്ടാക്കാറുണ്ടോ? ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം തക്കുടുവും ബാവുമോനും കൂടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. നാട്ടിലെ വെക്കേഷൻ്റെ ഒരു ദിവസം കൂടെ കഴിയാറായി. നാളെ ഞായറാഴ്ച പള്ളിയിൽ പോകണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്.